നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് ചില ഓഫറുകൾ, ചില സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള വാർത്തകൾ തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങളുടെ അത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പലരും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ അവിടെ നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് തന്നെയാണ് എപ്പോഴും പ്രാധാന്യവും മുൻഗണനയും നൽകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദ ചാരിയറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ അത്തരം സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന വഴിയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു ശ്രമത്തെ തടയാനോ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനോ ഒക്കെ പലരും ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ ശ്രമങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ക്ഷമയോടെ നിങ്ങളുടെ കഴിവിൽ വളരെയധികം ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണിവിടെ കാണുന്നത്. അടുത്തതായിട്ട് ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ അന്വേഷിക്കുന്ന ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു യാത്ര പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പലർക്കും തീർത്ഥാടന യാത്രകൾ പോവാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ ഒക്കെ ചെന്ന് അകപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ അവിടെ ക്ഷമയോടെ ഇരിക്കാനും നിങ്ങൾ എന്ത് കാര്യം പറയുന്നതിന് മുൻപായിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു ആശയത്തെ നടപ്പിലാക്കാൻ വേണ്ടി പലരും വളരെയധികം തിടുക്കം കാണിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനായിട്ട്, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ചുറ്റുമുള്ളവരുമായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ ദ എംപ്രസ് വന്നിട്ടുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള പരിശ്രമങ്ങളിൽ വിജയം നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ്. കൂടാതെ ഇവിടെ ഏസ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നല്ല വാർത്തകൾ, പുതിയ അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള ശക്തി, ഊർജം ഇവയൊക്കെ എത്തിച്ചു നൽകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളതെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നിങ്ങളിൽ പലരും പ്രവേശിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങും എന്നുള്ളതാണ്.
അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ എന്ത് കാര്യമായാലും അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ, അംഗീകാരം ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ആ ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ജോലിയിലായാലും ബിസിനസ്സിലായാലും അവിടെയൊക്കെ നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. നിങ്ങളുടെ വഴിയിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രപഞ്ചം തയ്യാറാവുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതി, ഉയർച്ച ഇവയൊക്കെ വന്നെത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ ദ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പല ആളുകളും പ്രപഞ്ചത്തിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു പൂർണ്ണത കൈവരാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പലരും കാത്തു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെയധികം ആവേശത്തോടെ, പ്രതീക്ഷയോടെയൊക്കെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്ന അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാവും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ പലരും ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെയുള്ള പരിശ്രമത്തിലായിരുന്നിരിക്കാം ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിങ്ങളുടെ കഴിവും ശക്തിയുമൊക്കെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തി. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള വെല്ലുവിളികളും വന്ന് ചേർന്നിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾ സ്വയം അഭിമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തിരിച്ചറിയുകയും അതിൽ നിങ്ങളെ അവർ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. മാറ്റത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് കാണുന്നത്. ഒരുപക്ഷെ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ളത്. എന്നാൽ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം നൽകും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ മുമ്പ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെയും അതേപോലെ തന്നെ വെല്ലുവിളികളൊക്കെ നിറഞ്ഞ സാഹചര്യങ്ങളെയും പല ആളുകളും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ അതിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പലർക്കും സാധിക്കില്ലായിരിക്കാം. എന്നാൽ അതിനെ മറക്കാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും മാറ്റത്തിൻ്റെ ഒരു സമയം ഉടനെ തന്നെ നിങ്ങൾക്ക് വന്നെത്തും എന്നുള്ളതാണ് കാണുന്നത്. അതായത് പഴയതിനെ നീക്കം ചെയ്ത് അവിടെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പുതിയ പ്രതീക്ഷകൾ, ചിന്തകൾ ഇവയൊക്കെ കൊണ്ടുവരിക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.